ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇസ്ലാമിലേക്ക് ആളുകൾ വന്നത് നമ്മൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത സമയം നോക്കിയാൽ ബാബരി മസ്ജിദ് തകർത്ത വർഷമാണ്. അതുപോലെ ഡെൻമാർക്കിൽ ഈ കാരിക്കേച്ചർ ഉണ്ടാക്കിയ സമയത്താണ് യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ ഇസ്ലാമിലേക്ക് ആളുകൾ വന്നത്. റീസെൻ്റ്ലി ഇപ്പം ഞാൻ പറയുന്നത് ഈ ഗാസയിൽ പ്രശ്നങ്ങളുണ്ടായതിനു ശേഷം യൂറോപ്പിൽ ധാരാളം ആളുകൾ ഇസ്ലാമിലേക്ക് വരും. അങ്ങനെ എന്താണ് ഈ ഭീകരമായ ഈ സാധനം എന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇതാണല്ലേ എന്ന് മനസ്സിലാക്കിയിട്ട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. വിവാദങ്ങളുണ്ടാകുന്നത് എപ്പോഴും നല്ലതാണ്. പക്ഷെ അത് മറ്റൊരു സൈഡും കൂടി ഇല്ലേ? അതായത് ഒരു മതത്തെക്കുറിച്ച് വളരെ നെഗറ്റീവായിട്ട് ആ മതത്തെക്കുറിച്ചൊന്നും അറിയത്തില്ലാത്തവരുടെ ഉള്ളിൽ ഒരു നെഗറ്റീവ് ഇംപ്രഷൻ ഉണ്ടാകും. അത് ലോകത്ത് അതാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. പലതരത്തിലുള്ള ആശയങ്ങൾ പല ഭാഗത്തുനിന്ന് പറയും. ഏതാണോ കേൾക്കുന്നത് ചിലർ അതങ്ങനെ വിഴുങ്ങും. ചിലർ പിന്നെ എന്ത് കേട്ടാലും ഒരു ക്രിട്ടിക്കൽ മൈൻഡോട് കൂടി ചിന്തിക്കുന്നവരുണ്ട്. അവർ കാര്യങ്ങൾ മനസ്സിലാക്കും. ഇതൊക്കെ ലോകോൽപത്തി മുതൽ ലോകത്ത് നടന്നു വരുന്ന കാര്യങ്ങളല്ലേ, അതെന്നും ഉണ്ടാവും. നമ്മൾ ഇപ്പോൾ ഈ മുസ്ലിം സമുദായത്തിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടാണ് ലീഗിനെ പൊതുവെ കണ്ടുവരുന്നത്. അത് അങ്ങനെ തന്നെയാണോ? അങ്ങനെയല്ല, അതൊരു ധാരണ മാത്രമാണ്. മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അതിൽ ഭൂരിഭാഗവും മുസ്ലിങ്ങളാണ്. മുസ്ലിങ്ങളെല്ലാം മുസ്ലിം ലീഗുകാരല്ല. മുസ്ലിങ്ങൾ മുസ്ലിം ലീഗിലുണ്ട്, കോൺഗ്രസ്സിലുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ട്, ഈവൻ BJPയിലടക്കം മുസ്ലിങ്ങളുണ്ട്. ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ ചിഹ്നമായ കോണിക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ സ്വർഗത്തിൽ പോവില്ല എന്നൊക്കെ ഉള്ളൊരു ഒരു പ്രഭാഷകന്മാരുടെ ഓരോ ആശയങ്ങളാണ്. അതൊന്നും ഒരു ഔദ്യോഗിക വാക്കുകളായിട്ട് എടുക്കാൻ പറ്റില്ല. ആ ഒരു ചിന്താഗതിയിൽ നിന്നൊക്കെ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ടോ മുസ്ലിം സമുദായം? ലീഗിന് വോട്ട് ചെയ്തില്ലെങ്കിൽ സ്വർഗത്തിൽ പോവില്ല എന്നൊക്കെ ഉള്ളത് ആ ചിന്തയിൽ നിന്നൊക്കെ ഒരുപാട് മുന്നോട്ട് പോയിട്ടില്ല. നേരത്തെ ഇല്ല. അത് ഏതോ ഒരു പ്രഭാഷകൻ പറഞ്ഞൊരു കാര്യം മാത്രമാണ്. അതാരും അംഗീകരിക്കാൻ പോകുന്നത്. പിന്നെ ഇവിടെ ഒരു പൊതു ആശയമായി എടുക്കേണ്ടത് സമസ്ത പറയുന്നതാണ്. അല്ലെങ്കിൽ അതുപോലെ മുജാഹിദോ ജമാഅത്തോ അവരുടെ സംഘടന പറഞ്ഞാൽ നമുക്ക് അവരുടെ ഒരു പൊതു ആശയമായിട്ട് എടുക്കാൻ മതി. ഒറ്റപ്പെട്ട പ്രഭാഷകന്മാർ പ്രത്യേകിച്ചും ഈ ഐഡൻറ്റിറ്റി ഇല്ലാത്ത, തിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥ പൊതുസമൂഹത്തിന് നന്നായി അനുഭവിക്കുന്നുണ്ട്. കാരണം ഒരു തലപ്പാവുധാരിയായ ഒരാൾ, ഇപ്പം ഞാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അത് മൊത്തം മുസ്ലിം സമുദായം ഏറ്റെടുക്കേണ്ട ഒരു സ്ഥിതിയുണ്ട്. ഞാൻ ഒരു സംഘടനയുടെ ഔദ്യോഗിക ആൾ എന്ന നിലക്ക് ഞാൻ പറയുന്നതിനൊരു ഉത്തരവാദിത്വം ഉണ്ട്. അതൊരു സത്യമാണ്. അതേസമയത്ത് ആര് പറഞ്ഞാലും മുസ്ലിയാരെന്ന് പോലും ഞാൻ പറയുന്നില്ല. കാരണം ഈ ഒരു വേഷം ധരിച്ച ആർക്കും എന്തും പറയാം. അതൊക്കെ മുസ്ലിം പറഞ്ഞതാണ് അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ആശയമാണ് എന്ന് മനസ്സിലാക്കപ്പെടുന്ന ഒരു രീതിയുണ്ട്. അത് തിരുത്തപ്പെടണം. അതിന് എന്താ ചെയ്യാൻ പറ്റുക? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ സോഷ്യൽ മീഡിയ കാലത്ത് ഇതുപോലെ ഒരുപാട് തലപ്പാവ് ധരിച്ച ഒരുപാട് പേര് പലതും പറയുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. തലപ്പാവ് ധരിച്ചവർ പറയുന്നതോ കുരിശ് ധരിച്ചവർ പറയുന്നതോ പൊട്ടുതൊട്ടവർ പറയുന്നതോ ഒന്നും ഏതെങ്കിലും ഒരു മതത്തിൻ്റെയോ ആശയത്തിൻ്റെയോ അവരുടെ ഒരു റെപ്രസെൻറ്റേഷനായിട്ട് എടുക്കാൻ പറ്റില്ല. അങ്ങനെ എടുക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. അത് ഇപ്പോൾ ഒരു വിധവയായ ഒരു മുസ്ലിം സ്ത്രീ ഷിംലയിൽ പോയിട്ട് മഞ്ഞിൽ ഇരിയുമ്പോൾ അവരൊരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഇട്ടിരുന്നു. അതെ, അങ്ങനെ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഒരാളിട്ടു, വേറൊരാളൊരു പ്രഭാഷണം ചെയ്തു, അങ്ങനെ എന്തെല്ലാം വിഷയങ്ങളുണ്ടാവും. നമ്മൾ ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽസിൻ്റെ ഏതെങ്കിലും വാക്കിലുള്ള ഒരു പീസിനെ എടുത്ത് പറയുന്നതിന് പകരം നമ്മളൊരു ആശയത്തെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടത്. ആശയം ഇസ്ലാം എന്ത് പറയുന്നു, ഇനി അല്ലെങ്കിൽ ഇസ്ലാമിൽ സുന്നികളെന്ത് പറയുന്നു, മറ്റവരെന്ത് പറയുന്നു എന്ന് ചർച്ച ചെയ്യല്ലാതെ ഇന്ന വ്യക്തി ഇന്നത് പറഞ്ഞല്ലോ എന്ന് പറയുന്ന ആ ഒരു ചർച്ച തന്നെ ഒരു ശരിയായ രീതിയായിട്ട് മനസ്സിലാക്കേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ LDF പിന്നെ മൂന്നാമതും വരും എന്നുള്ളൊരു നെറേറ്റീവ് പൊതുവെ കേൾക്കുന്നുണ്ട്. അങ്ങനെ തിരിച്ചു ഇനിയും ഈ ഒരു തുടർച്ച ഉണ്ടാവുന്നത് നല്ലതാണോ? അത് അതിൻ്റെ സമീപത്ത് ആകുമ്പോഴേ പറയാൻ പറ്റുള്ളൂ. നെറേറ്റീവൊക്കെ ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുക. അല്ല, SNDP വെള്ളാപ്പള്ളിയൊക്കെ ആശംസിച്ച പോലെ നമ്മൾക്ക് ഇവർ വരണം എന്നുണ്ടോ? അല്ലെങ്കിൽ അത് പറയാത്തതാണല്ലോ ഞങ്ങളുടെ പ്രത്യേകത. ഞങ്ങളതൊരു കാലത്തും പറയില്ല. ഞങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള വ്യക്തമായ പഠനം ഉണ്ടാകും. ഞങ്ങൾക്ക് പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി ഉണ്ട്, അതിനുള്ള റിസർച്ചുണ്ട്, തീരുമാനങ്ങളുണ്ട്. അതതിൻ്റെ വഴിക്ക് നടക്കും. പിണറായി വിജയൻ എന്ന വ്യക്തിയെ, ഒരു മുഖ്യമന്ത്രിയെ താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നത്? നല്ല കമാൻഡിങ് പവറുള്ളൊരു മുഖ്യമന്ത്രിയാണ്, നല്ല വിനയ സ്വഭാവമുള്ള ഒരാളുമാണ്. ഇത് രണ്ടുമുണ്ട്. എന്താ വേണ്ടത്? അതെ, ഈ വഹാബിസം അവർ പൊളിറ്റിക്സിൽ ഇത് ചെയ്യുന്നു, അതാണ് മുസ്ലിം ലീഗിൽ അല്ലെങ്കിൽ പല സ്ഥലങ്ങളിൽ ഒരു പ്രശ്നം പറയും. അതേപോലെ തന്നെ ഹിന്ദു സമൂഹത്തിൽ
അങ്ങനെ ഈ റിലീജിയൻ രാഷ്ട്രീയത്തിലേക്ക് വരുന്ന ഒരു ട്രെൻഡ് ഈ അടുത്തായിട്ട് കൂടി വരുന്നത് അതൊരു ഡേഞ്ചർ ആണോ? അല്ല, മതങ്ങൾ രാഷ്ട്രീയത്തിൽ ഇടപെടുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. രാഷ്ട്രം എപ്പോഴും, നമ്മുടെ രാഷ്ട്രം എന്ന് പറഞ്ഞാൽ മതേതര രാഷ്ട്രമാണല്ലോ, മതേതര സ്വഭാവമാണല്ലോ അവിടെ നിലനിൽക്കേണ്ടത്. അത് മതത്തിൻ്റെ ഒരു സ്റ്റൈലിലേക്ക് ഒതുക്കി കൊണ്ടുപോകുമ്പോൾ മറ്റൊരു രീതിയിലേക്ക് നമ്മുടെ നാട് മാറിപ്പോകും. നോളജ് സിറ്റിയുടെ കാര്യത്തേക്ക് വന്നാൽ ഇപ്പോൾ എങ്ങനെ പോകുന്നു അതിൻ്റെ പദ്ധതികൾ? നോളജ് സിറ്റിക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വലിയ സഹായങ്ങളുണ്ടാകണം. നമ്മുടെ നാട്ടിൽ ആരെങ്കിലും വികസന പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അത് കണ്ടറിഞ്ഞ് സഹായിക്കുക എന്നുള്ള ഒന്നില്ല. അപ്പോൾ നോളജ് സിറ്റി അൽഹംദുലില്ലാ സ്വയം പരിശ്രമത്തിലൂടെ ഗവൺമെൻറ്റിൽ നിന്ന് നമുക്ക് പിന്തുണയുണ്ട്. ആവശ്യമായ എല്ലാ ലൈസൻസിങ്ങും കാര്യങ്ങളും മറ്റൊക്കെ ചെയ്തു തരുന്നുണ്ട്. അതൊക്കെ നടക്കുന്നുണ്ട്. വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. അതൊരു കേരളത്തിലൊരു മാതൃകയാണ്. അത് ശരിക്ക് ഇന്ത്യയിൽ ഉടനീളം ഉപയോഗപ്പെടുത്തണം. ഞങ്ങൾ അതിവിദഗ്ധരായ ആളുകളെ, സയൻറ്റിസ്റ്റുകളെയും മറ്റ് ചിന്തകന്മാരെയൊക്കെ കൊണ്ടുവന്ന് ആശയങ്ങളൊക്കെ എടുത്ത് അങ്ങനെയാണിത് നടപ്പിലാക്കുന്നത്. ഇപ്പോൾ UN സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ ആശയങ്ങൾ നടപ്പിലാക്കിയതിൽ നമുക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ UN നമ്മുടെ CEO ചെന്നിട്ട് അതിനെക്കുറിച്ചുള്ള പ്രസൻറ്റേഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ പല സംഘടനകളും, ഇപ്പോൾ എൻജിനീയേഴ്സ്, ആർക്കിടെക്ട്സ്, അതുപോലെ ഇക്കണോമിസ്റ്റുകൾ ഒക്കെ നോളജ് സിറ്റിയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി വരുന്നുണ്ട്. പല എഞ്ചിനീയറിംഗ് കോളേജുകളിലെ സ്റ്റുഡൻസ് സംഘമായി വരുന്നുണ്ട്. കാരണം എല്ലാതരം ആർക്കിടെക്ചറും അവിടെയുണ്ട്. കൊറോണ കാലത്ത് എല്ലാവരും സ്റ്റോപ്പ് ചെയ്തപ്പോൾ സർവൈവ് ചെയ്തത് എങ്ങനെ? ഒരു പലിശരഹിത സാമ്പത്തിക രീതിയിലൂടെ ആയതുകൊണ്ട് അതിനൊരു വലിയ തകർച്ചയുണ്ടായില്ല. ഇതിനെക്കുറിച്ച് പഠിക്കാൻ ആൾ വരുന്നുണ്ട്. ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ബില്ല് വന്നപ്പോൾ ആദ്യമായിട്ട് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ നടത്താൻ താല്പര്യമുണ്ടെന്ന് അത് എത്രമാത്രം മുന്നോട്ട് പോയിട്ടുണ്ട്? അതിൻ്റെ കൃത്യമായ റൂട്ടിലാണുള്ളത്. ഗവൺമെൻറ് എപ്പോഴാണോ കോൾ ഫോർ ചെയ്യുന്നത് അപ്പം ഞങ്ങളുടെ അപേക്ഷയും പോകും. ഒരു ജനറൽ യൂണിവേഴ്സിറ്റി എന്തായിരിക്കും അതിൻ്റെ ഒരു സ്വഭാവം? ഏതെങ്കിലും പ്രത്യേക ഏരിയയിൽ ഫോക്കസ് ചെയ്തിട്ടായിരിക്കുമോ? അതിനെക്കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ നടന്നു വരുന്നേ ഉള്ളൂ. എന്തായാലും ഒരു അന്താരാഷ്ട്ര സ്വഭാവമുള്ള യൂണിവേഴ്സിറ്റി ആയിരിക്കും. സിലബസ് കൊണ്ടും എല്ലാം കൊണ്ടും ഈ പലിശരഹിത ഇത് പറഞ്ഞു. അപ്പോൾ ഈ ശരിയ ബാങ്കിങ്ങിന് അനുകൂലമാണ്? ശരിയ ബാങ്കിങ് പലിശ മേടിക്കാത്ത അങ്ങനത്തെ ഒരു ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? തോമസ് ഐസക് പറഞ്ഞിട്ടുണ്ട്, ഈ ശരിയ ബാങ്കിങ്, ഇസ്ലാമിക് ബാങ്കിങ് അങ്ങനെയുള്ളൊരു സംഭവമല്ല. പലിശരഹിത ബാങ്കിങ്, പലിശാധിഷ്ഠിത ബാങ്കിങ്, ഇതൊരു ഇക്കണോമിക്സിലുള്ള വിവിധ തിയറികളുടെ കൂട്ടത്തിലൊന്നാണ് പലിശ ഉള്ള ബാങ്കിങ്ങും പലിശ ഇല്ലാത്ത ബാങ്കിങ്ങും. കാരണം ഇവിടെ ഈ പറയുന്ന ഇസ്ലാമിക് എന്ന് പേരിട്ടതാണ് അതിൻ്റെ തെറ്റ്. യഥാർത്ഥത്തിൽ ഈ പലിശരഹിത ബാങ്കിൻ്റെ ഇവിടുത്തെ വൈസ് ചെയർമാൻ CK മേനോനായിരുന്നല്ലോ, ദിവംഗതനായ CK മേനോനായിരുന്നു. അയാൾ മുസ്ലിം അല്ലല്ലോ. അതുപോലെ ബ്രിട്ടീഷ് ബാങ്കിന് HSBC, അതെ, വിൻഡോ ഉണ്ട്. മുഴുവനും അങ്ങനെ ആക്കാൻ പറ്റുമോ അവർക്ക്? കാരണം അവർ മുസ്ലിങ്ങളെ മാത്രം അഡ്രസ്സ് ചെയ്യുന്നവരല്ലല്ലോ. അപ്പോൾ അവിടെ ഒരു വെജിറ്റേറിയൻ കൗണ്ടറുണ്ട്. അതുപോലെ ശരിക്കും ഈ പലിശരഹിത ബാങ്ക് പരിശോധിക്കേണ്ടതാണ്. ദുബായിൽ ഇത് വരുന്ന സമയത്ത് അന്നത് പൊളിഞ്ഞു പോകുമെന്ന് പലരും പറഞ്ഞിരുന്നു. ദുബായ് ഇസ്ലാമിക് ബാങ്ക് വന്നപ്പോൾ അറബികളുടെ വീടുകളിലൊക്കെ റബ്ബർ ബാൻഡ് ഇട്ട് മാഷിൻ്റെ ഉള്ളിൽ കെട്ടിവെച്ച് മുഴുവൻ കറൻസിയും ബാങ്കിലേക്ക് വന്നു. ദുബായിൽ വലിയ വികസനം ഉണ്ടായി. അതിനുശേഷമാണ് അവിടെ ഇസ്ലാമിക് ബാങ്കുകൾ നിരന്തരമായി വന്നത്. അതിനുശേഷമാണ് ക്രിസ്ത്യാനികളും മറ്റ് ബ്രിട്ടീഷ് രാഷ്ട്രങ്ങളൊക്കെ തന്നെ ഇസ്ലാമിക് ബാങ്കിൻ്റെ വിൻഡോസ് തുടങ്ങിയത്.